ഹലോ ഫ്രണ്ട്സ്, നാത്തൂൻസ് അടുക്കളയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇഫ്താറിനൊരു സ്പെഷ്യൽ ഐറ്റമായിട്ടാണ് എത്തിയിട്ടുള്ളത്. അപ്പോൾ നമുക്കത് ഒന്ന് എല്ലാവർക്കും പരിചയപ്പെടുത്തി തരാം കേട്ടോ. കുട്ടികൾക്കൊക്കെ അധികം സ്പൈസി ഇഷ്ടമുണ്ടാവില്ല. ഇഫ്താറിൻ്റെ ടൈമിൽ അധികം എല്ലാവരും സ്പൈസി കഴിക്കുന്ന ആൾക്കാരല്ല. അപ്പോൾ നമുക്ക് സ്പൈസി ഇല്ലാത്തൊരു ബിരിയാണിയാണ് ഇന്ന് തയ്യാറാക്കാൻ പോകുന്നത്. അപ്പോൾ ചിക്കൻ വെച്ചിട്ടാട്ടോ ഇന്ന് ഞാൻ തയ്യാറാക്കുന്നത് ബിരിയാണി. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ നമുക്ക് എന്തൊക്കെ ഇൻഗ്രീഡിയൻസായി ബിരിയാണിക്ക് വേണ്ടതെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് ചിക്കൻ ബിരിയാണിക്ക് എന്തൊക്കെ ഇൻഗ്രീഡിയൻസാണ് വേണ്ടതെന്ന് നോക്കാം. 1 കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട്, വലിയ പീസാക്കിയിട്ടാണ് എടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ 3 കപ്പ് അരി എടുത്തിട്ടുണ്ട്. ഒരു 4 വലിയ സവാള എടുത്തിട്ടുണ്ട്, അത് ചെറുതാക്കി കനം കുറഞ്ഞ അരിഞ്ഞ് വെച്ചതാണ്. അതുപോലെ തന്നെ 4 തക്കാളി, 7 പച്ചമുളക്, കുറേ പുതിനയില എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇത് മല്ലിയില ഞാൻ അരച്ച് വെച്ചതായിരുന്നു. പിന്നെ കറിവേപ്പിൻ്റെ ഇല, അതുപോലെ തന്നെ കുരുമുളക്, ഏല, പട്ട, ഗ്രാമ്പൂ ഇത് പൊടിച്ച് വെച്ചത് ഒരു 4 സ്പൂണുണ്ട്. പിന്നെ ഇത് ഏലക്ക, അത് കുറച്ച് എടുത്തിട്ടുണ്ട്. നമുക്ക് എത്രയാണ് ആവശ്യമുള്ളത് അത്ര എടുക്കുക. അത് ചോറുക്കുള്ളതാണ്, അപ്പം അതിന് കുറച്ച് കൂടുതൽ എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ പട്ട, 1 ടീസ്പൂണ് ചെറിയ ഉള്ളി പേസ്റ്റാക്കി വെച്ചത്, 1 സ്പൂണ് വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ്, ആവശ്യത്തിന് ഉപ്പ്. ഇത് തേങ്ങാപ്പാലാണ്, ഇത് 2ാം പാലാണ്, ഇത് 1ാം പാലാണ്. പിന്നെ തൈര് എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഞാനിപ്പോൾ സൺഫ്ലവർ ഓയിലാണ്, ഇതില്ലാത്തൊരു സാധാ ഓയിൽ മതി. പിന്നെ നെയ്യ് എടുത്തിട്ടുണ്ട്, 6 kg ആണ്. അപ്പം നമുക്കിത് എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഇപ്പം നല്ലോണം ചെമ്പ് ചൂടായി വന്നിട്ടുണ്ട്. അപ്പം നമുക്ക് ഇതിലേക്ക് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് ലേശം നെയ്യും കൂടെ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ 1 സ്പൂൺ നെയ്യ് യൂസ് ചെയ്യണുള്ളൂ. ഒരു 6 സ്പൂണോളം ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എണ്ണ നല്ലോണം ചൂടായി വന്നിട്ട് നമുക്ക് ഇതിലേക്ക് നേരത്തെ അരിഞ്ഞു വെച്ചിട്ടുള്ള സവാള ചേർത്ത് കൊടുക്കാം. നമുക്കിതിലൊരു 1/4 സവാള ഇതിൽ ബാക്കി വെക്കാം. ബാക്കിയുള്ളതൊക്കെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഞാൻ ഇത്തിരി സവാള ഇതിൽ ബാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ മുകൾക്ക് ഗാർണിഷിങ്ങിന് വേണം. പിന്നെ 1/4 സവാള മാറ്റി വെച്ചാണ്. അല്പം ഉപ്പൂടിയും ചേർത്ത് കൊടുക്കാം. 1 സ്പൂൺ ഉപ്പ് ഇട്ടിട്ടുണ്ട്. നമുക്ക് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കാം. ഒരു ബ്രൗൺ കളർ ആവുന്നത് വരെ നമുക്ക് ഇളക്കി കൊടുക്കാം. ഈ സമയം കൊണ്ട് കുറച്ച് നമുക്ക് ഒന്ന് പേസ്റ്റ് രൂപത്തിൽ എടുക്കാനുണ്ട്. കുറച്ച് സാധനങ്ങൾ ഒക്കെ ഒന്ന് ചെയ്യാം. അടി പിടിക്കാതെ നോക്കണം കേട്ടോ. ഞാൻ നേരത്തെ പറയാൻ വിട്ടുപോയതാണ്. ഇതിന് ഉള്ളിയുടെ കൂടെ തന്നെ പച്ചമുളക് ഇട്ട് കൊടുക്കണം കേട്ടോ. നമുക്ക് തക്കാളിയൊക്കെ ഒന്ന് അരിഞ്ഞെടുക്കാം. നമുക്ക് നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ള കറിവേപ്പിൻ്റെ ഇലയും പുതിനയിലയും കൂടി ഒന്ന് അരച്ചെടുക്കാം. നമുക്ക് നല്ല പേസ്റ്റ് രൂപത്തിലായി കിട്ടുന്നുണ്ട്. അരച്ചെടുക്കാം. ഇപ്പോൾ ഉള്ളി നല്ലോണം ബ്രൗൺ കളറായി വന്നതാണെങ്കിൽ നമുക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. തക്കാളി നല്ലോണം ഉടഞ്ഞ് വരണം കേട്ടോ. അപ്പോൾ അതുവരേക്കും നമുക്ക് നല്ലോണം അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. അടി പിടിക്കാതെ ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ തക്കാളിയൊക്കെ നല്ലോണം ഉടഞ്ഞ് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി അതുപോലെ തന്നെ ചെറിയ ഉള്ളി ആ പേസ്റ്റ് കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ നല്ലൊരു സ്മെല്ല് വരും. അപ്പോൾ നമുക്ക് ഇതിക്ക് തൈര് ഒന്ന് ചേർത്ത് കൊടുക്കണം കേട്ടോ. നമുക്ക് തൈര് ചേർത്ത് കൊടുക്കട്ടോ. ഇത് വീട്ടിലുണ്ടാക്കുന്ന തൈരാണ് കേട്ടോ. ഇവിടെ നമുക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം. നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമുക്ക് നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ള മസാലപ്പൊടിയൊക്കെ ചേർത്ത് കൊടുക്കാം. കുരുമുളക്, ഏലക്ക, പട്ട, ഗ്രാമ്പു പൊടിച്ചതാണ്. ഇതിൽ 4 സ്പൂണോളം ഉണ്ടാവും. അത് ചേർത്ത് കൊടുക്കുക. ഇതിൽ കുറച്ച് കുരുമുളകാണ് കേട്ടോ കൂടുതലുള്ളത്. സ്പൈസിക്ക് വേണ്ടിയിട്ട് കുരുമുളകാണ്. നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം.
ഞാൻ അല്പം കൂടി ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ അരച്ച് വെച്ചിട്ടുള്ള കറിവേപ്പിൻ്റെ ഇല, പുതിന ഇല, പിന്നെ മല്ലിയില അരച്ച് വെച്ചിട്ടൊക്കെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഞാൻ 1 ടീസ്പൂണ് മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു കാൽ ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. നമുക്കൊന്ന് തന്നെ അടിച്ച് വെച്ച് വേവിച്ചെടുക്കാം. ചിക്കന് അടി പിടിക്കണം, ശ്രദ്ധിക്കണം കേട്ടോ. അപ്പം നമ്മളെ ചിക്കനൊക്കെ വേവായി കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പം നമുക്കിതൊന്ന് ഒരു സൈഡിലേക്ക് മാറ്റിയെടുക്കാം. എന്നിട്ട് നമുക്ക് ചോറ് തിളപ്പിച്ചെടുക്കാം കേട്ടോ. നമുക്ക് ഇതൊന്ന് വെള്ളം തിളച്ച് കിട്ടിയിട്ടേക്ക് ഏലക്കായൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കാം. അപ്പം നമ്മളെ ചിക്കനൊക്കെ വേവായി കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പം നമുക്കിതൊന്ന് ഒരു സൈഡിലേക്ക് മാറ്റിയെടുക്കാം. എന്നിട്ട് നമുക്ക് ചോറ് തിളപ്പിച്ചെടുക്കാം കേട്ടോ. നമുക്ക് ഇതൊന്ന് വെള്ളം തിളച്ച് കിട്ടിയിട്ടേക്ക് ഏലക്കായൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കാം. അപ്പോൾ വെള്ളം നല്ല തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഞാനൊരു 5 സ്പൂണോളം കല്ലുപ്പാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. നമുക്ക് ഏലക്ക പട്ട ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ അരിയും ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് അണ്ടി മുന്തിരിയൊക്കെ ഒന്ന് വറുത്തെടുക്കാം. അപ്പോൾ അതിനായിട്ട് സ്റ്റവ് ഓൺ ചെയ്ത് ഒരു പാൻ വെച്ച് കൊടുക്കാം. ഇതിലേക്കൊരു 3 സ്പൂണോ 4 സ്പൂണോ നെയ്യ് ഒഴിച്ച് കൊടുക്കാം. നെയ്യ് ഇല്ലാത്തവരാണെങ്കിൽ സൺ ഓയിൽ ഒഴിച്ച് കൊടുത്താലും മതി. നെയ്യാകുമ്പോൾ കുറച്ചുകൂടി ടേസ്റ്റ് കൂടും. അപ്പോൾ നെയ്യ് ഒഴിച്ചിട്ടുണ്ട്. നെയ്യ് ചൂടായി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിലേക്ക് അല്പം അണ്ടി ഇട്ടിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കാം. അണ്ടിപ്പരിപ്പ് നല്ല ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് കോരി എടുത്തിട്ട് ഇതിലേക്ക് മുന്തിരിയൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ. മുന്തിരി എളുപ്പം പൊങ്ങിയിടപ്പം നമുക്ക് എളുപ്പം കോരി എടുക്കാം. നമുക്കിതിലേക്ക് നേരത്തെ എടുത്ത് വെച്ചുള്ള സവാള ഒരു ബ്രൗൺ കളറാകുമ്പോൾ നമുക്ക് അപ്പോൾ ഉള്ളി ഒരു ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതൊന്ന് കോരിയെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മളെ ചോറും ഒരു മീഡിയം വേവായി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇത് ഊറ്റിയെടുക്കാം. ബാക്കി ദമ്മിൽ കടന്ന് വേവായിക്കോളും. അപ്പം ഇനി നമുക്ക് നമ്മളെ മസാല അടുപ്പത്ത് തന്നെ വെക്കാം. ഇതിലേക്ക് നമുക്ക് നേരത്തെ എടുത്ത് വെച്ചുള്ള തേങ്ങാപ്പാൽ ഒഴിച്ച് കൊടുക്കാം. ഞാനിപ്പോൾ ഇതിലേക്ക് ഒഴിക്കാൻ പോകുന്ന തേങ്ങാപ്പാൽ 2ാം പാലാണ് കേട്ടോ. അതാണ് ഒഴിച്ച് കൊടുക്കുന്നത്. ഇതിന് മുകളിൽ ഒരല്പം നെയ്യാക്കി കൊടുക്കാം. 1 സ്പൂണോളം RKG ഒഴിച്ച് കൊടുക്കാം കേട്ടോ. 1 സ്പൂണോളം നെയ്യ് ഒഴിച്ച് കൊടുക്കാം. നമുക്കിതിൻ്റെ മുകളിൽ ഒരു പകുതി ചോറിട്ട് കൊടുക്കാം. നമ്മൾ നേരത്തെ മൂപ്പിച്ച് വെച്ചുള്ള
മുന്തിരി അണ്ടിപ്പരിപ്പ് ഉള്ളി കൂടെ ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ നമ്മൾ ഒന്നാം പാൽ എടുത്ത് വെച്ചിട്ടുണ്ടല്ലോ, അതിലേക്ക് ഒരു അല്പം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കട്ടോ. അല്പം ചേർക്കുമ്പോൾ ഒരു 1/4 ടീസ്പൂൺ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്ക് റൈസിൻ്റെ മുകളിൽ വെച്ച് കൊടുക്കാം. പകുതി ഒഴിച്ചിട്ടുള്ളൂ. നമുക്ക് ഇതിൻ്റെ മുകളിൽ അടുത്ത ലെയർ ചോറിട്ട് കൊടുക്കാം. അതുപോലെ തന്നെ അണ്ടി മുന്തിരി ഇട്ട് കൊടുക്കാം. ഉള്ളി കൂടെ ചേർത്ത് കൊടുക്കാം. പാൽ ഒഴിച്ച് കൊടുക്കാം. ഇത് അടച്ച് വെച്ചിട്ട് നമുക്ക് ഇതിൻ്റെ മുകളിൽ വെയിറ്റ് കയറ്റി വെക്കാം കേട്ടോ. ഒരു 5 മിനിറ്റ് മാത്രം അടുപ്പത്ത് വെച്ചാൽ മതി. പിന്നെ നമുക്ക് വാങ്ങി വെക്കാം കേട്ടോ. ഒരു 5 മിനിറ്റ് ആയിട്ട് നമുക്ക് ഇതൊന്ന് വാങ്ങി വെക്കാം. അപ്പം നമുക്ക് നമ്മൾ ദമ്മൊന്ന് പൊട്ടിച്ച് നോക്കട്ടോ. ഇപ്പോൾ ഒരു അരമണിക്കൂറോളം ആയിട്ടുണ്ട്. അപ്പോൾ നമ്മളെ മസാലയും അതുപോലെ തന്നെ ചോറും തയ്യാറായിട്ട്. അപ്പോൾ ഇതൊക്കെ നമുക്കൊന്ന് പ്ലേറ്റ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ പ്ലേറ്റിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് നമ്മളെ ചിക്കൻ ബിരിയാണി തയ്യാറായിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് വേറൊരു ഡിഷുമായിട്ട് അടുത്ത വീഡിയോയിൽ വരാം. ഓക്കെ.